ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. മൊബൈൽ ഫോൺ ഉപയോഗം കുട്ടികളിൽ ജാഗ്രത. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം മാറ്റി നിർത്താനാവാത്തതാണ്. ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ് മൊബൈൽ ഫോണുകൾ. പുതിയ തലമുറയുടെ വാർത്താ മാധ്യമവും പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ കുട്ടികളിലെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതാണ്. കുട്ടികൾ മണിക്കൂറുകളോളം മൊബൈൽ ഫോണുമായി ഇരിക്കുന്ന കാഴ്ച സുപരിചിതമാണ്. സമയമോ സ്ഥലമോ ശ്രദ്ധിക്കാതെ എത്ര സമയം വേണമെങ്കിലും മൊബൈൽ ഫോണിൽ കുട്ടികൾ ഇടപഴകുന്നുണ്ട്. ഇത് ധാരാളം ഭവിഷ്യത്തുകൾക്കാണ് കാരണമാകുന്നത്. ബസ്, ട്രെയിൻ യാത്രകളിൽ യാത്രയുടെ തുടക്കം മുതൽ അവസാനം വരെയും മൊബൈലുമായി കഴിയുന്ന കുട്ടികളെയും നമുക്ക് കാണാൻ കഴിയും. എന്തെങ്കിലും ഫംഗ്ഷനുകൾക്ക് പോകുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമാകാതിരിക്കുന്നതിനും വീട്ടിൽ ബഹളമുണ്ടാക്കാതിരിക്കുന്നതിനുമെല്ലാം മൊബൈൽ ഫോൺ ഒരു കളിപ്പാട്ടം എന്ന നിലയിൽ ചെറിയ കുട്ടികൾക്ക് നൽകുകയും പിന്നീട് അതിൽ നിന്ന് മാറ്റാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. കുട്ടികളിലെ ഇത്തരം സ്ക്രീൻ ടൈം നിയന്ത്രിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ അത് ഭാവിയെ തന്നെ ബാധിക്കും. കുട്ടികളുടെയും ചുറ്റുമുള്ള സമൂഹത്തിന്റെയും രാജ്യത്തിന്റെ തന്നെയും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ. കുട്ടികളിലും കൗമാരപ്രായക്കാരിലും ദൃശ്യമാധ്യമ അടിമത്തം ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി തന്നെ വളർന്നു വരികയാണ്. 2025-ലെയും 2026-ലെയും നാഷണൽ എക്കണോമിക് സർവേ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ അടിമത്തം കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്നത് എന്ന് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അമിതമായ ഡിജിറ്റൽ ഉപയോഗം 4 തരത്തിലാണ് കുട്ടികളുടെ തലച്ചോറിനെ ബാധിക്കുന്നത്. ഒന്നാമതായി, പണ്ട് കാലത്ത് സുഹൃത്തുക്കളോടൊപ്പം കളിക്കുക വഴി ആനന്ദം കണ്ടെത്തിയിരുന്ന കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സൗഹൃദങ്ങൾ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർ ദീർഘനേരം ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ഉപകരണവുമായി ചടഞ്ഞുകൂടുകയും അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ പരസ്പരം ആശയവിനിമയം നടത്തി വൈകാരിക ഊഷ്മളത പങ്കുവയ്ക്കാനും മറ്റുള്ളവരുടെ വൈകാരികാവസ്ഥ മനസ്സിലാക്കി അതിനനുസൃതമായി പ്രതികരിക്കാനുമുള്ള അനുതാപം അഥവാ എമ്പതി എന്ന ഗുണവിശേഷം കുട്ടികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സാമൂഹിക വിച്ഛേദന ലക്ഷണൈക്യത്തിലേക്ക് ഈ ഡിജിറ്റൽ അടിമത്തം മൂലം കുട്ടികൾ എത്തിച്ചേരുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കുട്ടികളിൽ ഉണ്ടാകുന്ന ഉറക്കക്കുറവാണ്. രാത്രി വൈകിയുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം ഉറക്കം വരുന്നത് തടയുന്നു. ഉറക്കമില്ലാത്ത അവസ്ഥ കുട്ടികളുടെ പഠനത്തെയും പെരുമാറ്റത്തെയും ഒരുപോലെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അമിത ദേഷ്യവും അക്രമവും അമിത ഉത്കണ്ഠയും അടക്കമുള്ള പെരുമാറ്റ പ്രശ്നങ്ങളും, ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ്, പഠനത്തിൽ ഏകാഗ്രതയില്ലാത്ത അവസ്ഥ തുടങ്ങിയ പഠന സംബന്ധമായ പ്രശ്നങ്ങളും ഇതുമൂലം കുട്ടികളിൽ വ്യാപകമായി കണ്ടുവരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ശ്രദ്ധ കുറഞ്ഞു വരുന്ന സ്ഥിതിവിശേഷം. ചടുലമായ ദൃശ്യവിന്യാസങ്ങൾ ഉൾപ്പെടുന്ന ഓൺലൈൻ ഗെയിമുകളും ഷോർട്സും റീൽസും ഒക്കെ നിരന്തരമായി കാണുന്ന കുട്ടികൾക്ക് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന സംവേദനങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. ഇതുമൂലം അവരുടെ ശ്രദ്ധ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം വരുന്നു. പലപ്പോഴും ഈ 3 പ്രശ്നങ്ങളും കഴിഞ്ഞ് 4ാമത്തെ കൂടുതൽ ഗൗരവമുള്ള ഒരു പ്രശ്നത്തിനും ഈ ഡിജിറ്റൽ അടിമത്തം കാരണമാകുന്നുണ്ട്. ഡേറ്റിംഗ് ആപ്പുകളും സാമൂഹ്യ മാധ്യമങ്ങളും ദുരുപയോഗം ചെയ്യുന്നത് മൂലം അനാരോഗ്യകരമായ ബന്ധങ്ങളിൽ ചെന്ന് ചാടുകയും ചൂഷണത്തിന് ഇരയാകുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ചില കുട്ടികളെങ്കിലും പോകുന്നു. ലഹരി വസ്തുക്കളുടെ ലഭ്യതയെക്കുറിച്ചും സൈബർ സങ്കേതങ്ങളിൽ നിന്ന് അറിവ് നേടി ലഹരി പരീക്ഷണങ്ങളിലേക്കും തുടർന്ന് ലഹരി അടിമത്തത്തിലേക്കും കുട്ടികൾ എത്തിച്ചേരുന്ന സാഹചര്യവും നിലവിലുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം കുട്ടികളിൽ ഉറപ്പുവരുത്തുക എന്നുള്ളത്. 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു തരം ദൃശ്യമാധ്യമങ്ങളും നൽകാൻ പാടില്ല. കാരണം കുട്ടികൾക്ക് ആ പ്രായത്തിൽ ദൃശ്യങ്ങളെ തലച്ചോറിൽ ശേഖരിച്ചു വയ്ക്കാനുള്ള ദൃശ്യസ്മൃതി എന്ന കഴിവ് ഇല്ല. 2 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ദിവസം പരമാവധി 30
മിനിറ്റാണ് അനുവദനീയമായ ദൃശ്യമാധ്യമ സമയം. 3 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ദിവസേന പരമാവധി 1 മണിക്കൂറും 6 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ദിവസേന പരമാവധി 2 മണിക്കൂറുമാണ് ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയത്തിന്റെ പരിധി. ദൃശ്യമാധ്യമങ്ങളിലേക്ക് കൂടുതൽ അടിമപ്പെട്ടു പോകാതെ കായിക വ്യായാമങ്ങളിൽ ഏർപ്പെടാനും പരസ്പരം ആശയവിനിമയം നടത്തി ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ വികസിപ്പിക്കാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ്. അമിതമായ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് കുട്ടികൾ കടന്നു ചെല്ലാതിരിക്കാൻ ആവശ്യമായ ജീവിത നിപുണതാ വിദ്യാഭ്യാസ പരിപാടികൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ സ്കൂളുകളിൽ ഏർപ്പാടാക്കേണ്ടതും കുട്ടികളെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഏറെ അത്യാവശ്യമാണ്. പല രാജ്യങ്ങളും കുട്ടികളിൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞു. ഓൺലൈൻ ഗെയിമിംഗ്, ഓൺലൈൻ ട്രേഡിംഗ് എന്നിവയിലൂടെ കെണികളിൽ വീണ് ജീവിതം അവസാനിപ്പിക്കാൻ മൊബൈൽ ഫോണുകളുടെ അമിത ഉപയോഗം വഴിയൊരുക്കുന്നു. കുട്ടികൾ രാഷ്ട്രത്തിന്റെ സമ്പത്താണ്. കുട്ടികളുടെ പെരുമാറ്റ വൈകല്യവും സാമൂഹ്യമായ ഇടപെടലുകളിലെ കുറവും രാജ്യത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്നതാണ്. ഓരോ കുട്ടിക്കും ഓരോ പ്രത്യേക കഴിവുകളും സർഗവാസനകളുമുണ്ട്. മുൻകാലങ്ങളിൽ വീടുകളും സ്കൂളുകളും ഇത്തരം സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇടങ്ങളായിരുന്നു. മാതാപിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും അതിനായി ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഇന്ന് സ്ഥിതി മാറി. കുട്ടികൾക്ക് വായനയില്ല. സർഗവാസന എന്താണെന്ന് കണ്ടെത്താനുള്ള അവസരങ്ങളോ ശ്രമങ്ങളോ ഇല്ല. ലൈബ്രറികൾ അപരിചിതമായ ഇടങ്ങളായി. മാത്തമാറ്റിക്സ്, ഫിസിക്സ് പോലുള്ള വിഷയങ്ങൾ പോലും ഇന്നത്തെ കുട്ടികൾ മൊബൈൽ സ്ക്രീനുകളിൽ അവസാന നിമിഷം വായിച്ചിട്ടാണ് പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നത്. കുട്ടികളിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങുന്നത് കൂടുതൽ വാശിക്ക് കാരണമാകുന്നു എന്ന വസ്തുതയും ഓർക്കേണ്ടതാണ്. അത് മറ്റ് പ്രശ്നങ്ങളിലേക്കും എത്തിക്കുന്നു. അതിനാൽ വളരെ ക്ഷമയോടെ സംയമനത്തോടെ കൈകാര്യം ചെയ്യാം. അത്യാവശ്യമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം തേടാവുന്നതുമാണ്. മുൻ അധ്യാപികയും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സിന്ധു ബി.കെ. മൊബൈൽ ഫോൺ ഇന്ന് ഒരു ആഡംബരമല്ല, ഒരു അത്യാവശ്യ വസ്തുവാണ്. പഠനം, ജോലി, ഓൺലൈൻ ക്ലാസുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നോട്ട്സ് ലഭിക്കൽ എല്ലാം ഫോണുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ ആവശ്യകത പതിയെ പതിയെ ഒരു ആശ്രയത്വമായി പിന്നീട് ഒരു അടിമത്വമായി മാറുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്നത്തെ കുട്ടികളും യുവാക്കളും ഗെയിമുകളിൽ കൂടെയാണ് ഫോൺ ഉപയോഗം ആരംഭിക്കുന്നത്. 1 മണിക്കൂർ എന്നത് പലപ്പോഴും 3 അതിലധികമോ മണിക്കൂറായി മാറുന്നു. സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, റീൽസ്, വീഡിയോസ് ഇവയ്ക്ക് ഒട്ടും അവസാനമില്ല. ഫോണില്ലാതെ ഇരിക്കാൻ പറയുമ്പോൾ അസഹിഷ്ണുതയും കോപവും കാണുന്നത് സാധാരണമാണ്. ഇത് അഡിക്ഷന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. മൊബൈൽ ഫോൺ അധികമായി ഉപയോഗിക്കുന്നത് ശാരീരികവും മാനസികവുമായ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ടെക്സ്റ്റ് നെക്ക് സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഒരു അവസ്ഥ ഇന്ന് വ്യാപകമാണ്. തലതാഴ്ത്തി ഫോണിൽ നോക്കുന്നതിനാൽ കഴുത്തിലെ പേശികൾക്ക് അമിത സമ്മർദ്ദം ഉണ്ടാകുന്നു. കൂടാതെ ഉറക്കക്കുറവും വലിയ പ്രശ്നമാണ്. രാത്രി വൈകിയും സ്ക്രീൻ നോക്കുന്നത് ബ്രെയിനിൻ്റെ നാച്ചുറൽ സ്ലീപ്പ് സൈക്കിളിനെ ബാധിക്കുന്നു. ഇത് ശരീരശക്തി കുറയ്ക്കാനും കോൺസെൻട്രേഷൻ കുറയാനും ഇടയാകുന്നു. മാനസിക പ്രശ്നങ്ങൾ അതിലും ഗുരുതരമാണ്. അധിക സ്ക്രീൻ ടൈം ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി എന്നിവ വർദ്ധിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ കമ്പാരിസൺ മൂലം ഇൻഫീരിയറിറ്റി ഫീലിംഗ് ഉണ്ടാകുന്നു. മറ്റുള്ളവരുടെ ജീവിതം പെർഫെക്റ്റായി തോന്നുമ്പോൾ സ്വന്തം ജീവിതം വില കുറഞ്ഞതായി തോന്നുന്ന അവസ്ഥ ഉണ്ടാകാം. കൂടാതെ കുടുംബ ബന്ധങ്ങളിൽ അകലം ഉണ്ടാകുന്നു. വീട്ടിൽ ഒരുമിച്ച് ഇരിക്കുമ്പോഴും ഓരോരുത്തരും തങ്ങളുടെ ഫോണുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ന് സാധാരണ കാഴ്ചയായി മാറിയിരിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സസ് എന്നത് ആവശ്യമാണ്. പക്ഷേ പഠനത്തിനായി തുറന്ന ഫോൺ പലപ്പോഴും ഗെയിമിലേക്കോ സോഷ്യൽ മീഡിയയിലേക്കോ വഴുതിപ്പോകുന്നു. ഇത് അക്കാഡമിക് പെർഫോമൻസിനെ ബാധിക്കുന്നു. കുട്ടികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ കഴിവ് കുറഞ്ഞു വരുന്നു. ഷോർട്ട് വീഡിയോസിൻ്റെ അതിവേഗ ദൃശ്യങ്ങൾ ബ്രെയിനിനെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ക്ഷണിക തൃപ്തിക്ക് അടിമയാക്കുന്നു. അതിനാൽ ദീർഘകാല ശ്രദ്ധ ആവശ്യമായ പഠന പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടായി തോന്നുന്നു.
അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് നിരോധനമല്ല, നിയന്ത്രണമാണ്. ടെക്നോളജി നമ്മെ സഹായിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടത്, അത് നമ്മെ നിയന്ത്രിക്കാൻ അല്ല. ഫോൺ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കണം, മുഴുവൻ ജീവിതമല്ല. സെൽഫ് കൺട്രോളാണ് യഥാർത്ഥ ശക്തി. കോവിഡിന് ശേഷം കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ ഓരോ വിഷയത്തിനും വാട്സാപ്പ് ഗ്രൂപ്പുകൾ പലയിടങ്ങളിലും ഉണ്ട്. ജനറൽ നോളജ്, ഹോംവർക്ക്, റഫറൻസ്, അറിയിപ്പുകൾ, പഠന പ്രവർത്തനങ്ങൾ തുടങ്ങി ധാരാളമുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ കുട്ടികളിലെ മൊബൈൽ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആവശ്യമില്ലാതെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. പഠന പ്രവർത്തനങ്ങളും മറ്റും നേരിട്ട് നൽകുന്നതാണ് ഉചിതം. വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ പഠന പ്രവർത്തനങ്ങൾ രക്ഷാകർത്താക്കൾ വഴി അല്ല കുട്ടികൾ എടുക്കുന്നത്. അവർ നേരിട്ട് അതിൽ കയറി ഹോംവർക്കിന്റെ പേരിൽ മണിക്കൂറുകളോളം മൊബൈലുമായി സംവദിക്കുന്നുണ്ട്. തിരുവനന്തപുരം വാഴമുട്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകൻ ശ്രീ KV ഷാജി. കുട്ടികളിൽ ഇന്ന് കാണപ്പെടുന്ന പഠന പിന്നോക്കാവസ്ഥയ്ക്കും അലസതയ്ക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനത്തിനും ഉറക്കമില്ലായ്മയ്ക്കും പ്രധാന കാരണം മൊബൈൽ ആസക്തിയാണ്. കുട്ടികളെ മൊബൈൽ ആസക്തിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ചില മുൻകരുതലുകൾ നമുക്ക് നോക്കാം. ഒന്നാമതായി പരിധി നിശ്ചയിക്കുക എന്നുള്ളതാണ്. സ്ക്രീൻ ടൈം പരിധി നിശ്ചയിക്കുക. ഉദാഹരണത്തിന് ദിവസം 1-2 മണിക്കൂർ മാത്രം മൊബൈൽ ഉപയോഗിക്കുന്നതിനുള്ള അനുവാദം രക്ഷകർത്താക്കൾ നൽകുക. ഡിവൈസ് ഫ്രീ ഏരിയ. വീടുകളിൽ ബെഡ്റൂമുകൾ, ഭക്ഷണ മേഖലകൾ എന്നിവിടങ്ങളിൽ മൊബൈലുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരിക. ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. സ്പോർട്സ്, വായന, ഹോബികൾ എന്നിവ കൂടുതലായി ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുക. ശരിയായ ശീലങ്ങൾ കാണിക്കുക. കുട്ടികൾക്ക് മുതിർന്നവരെ അനുകരിക്കുന്നതിനുള്ള ഒരു അഭിവാഞ്ച ഉണ്ട്. അതിനാൽ മാതാപിതാക്കളും അവരുടെ സ്ക്രീൻ ടൈം പരിമിതപ്പെടുത്തേണ്ടതാണ്. ഉപയോഗം നിരീക്ഷിക്കുക. പാരന്റൽ കൺട്രോളുകൾ ഉപയോഗിച്ച് ആപ്പ് ആക്സസ് ട്രാക്ക് ചെയ്യുകയും പരിമിതപ്പെടുത്തുകയും ചെയ്യുക. സാമൂഹിക ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുക. കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ചെലവഴിക്കാനുള്ള സമയം കണ്ടെത്തുക. റിസ്കുകളെ കുറിച്ച് ബോധവൽക്കരിക്കുക. സൈബർ ബുള്ളിയിങ്, ഓൺലൈൻ സുരക്ഷ, ആസക്തി എന്നിവയെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക. ദൈനംദിന ചിട്ട ഉണ്ടാക്കുക. സ്ക്രീൻ ടൈം ബാലൻസ് ചെയ്യുക. ഹോംവർക്ക്, വീട്ടിൽ കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ജോലികൾ, ക്ലീനിംഗ്, വാഷിംഗ്, ഡിഷസ് തുടങ്ങിയവ, എക്സർസൈസ് എന്നിവയൊക്കെ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ആപ്പുകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുക. വിദ്യാഭ്യാസപരമോ ക്രിയാത്മകമോ ആയ ആപ്പുകൾ മാത്രം അനുവദിക്കുക. ഓഫ്ലൈൻ ഹോബികൾ പ്രോത്സാഹിപ്പിക്കുക. ഡ്രോയിങ്, മ്യൂസിക്, ബോർഡ് ഗെയിമുകൾ തുടങ്ങിയവ. അതുപോലെ തന്നെ ഉറക്ക സമയം കൃത്യമാക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ശാരീരിക പ്രവർത്തനങ്ങളായ കായിക പ്രവർത്തനങ്ങൾ, നൃത്തം, പുറത്തെ കളികൾ തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ കുട്ടികളോട് കൂടുതലായി സംസാരിക്കുക. അവരുടെ ആശങ്കകൾ, അനുഭവങ്ങൾ എന്നിവ കേൾക്കുകയും അവർക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുക. കുട്ടികൾ ജീവനുള്ള ശരീരങ്ങളും മെഷീനുകളുമാകുന്ന സ്ഥിതിവിശേഷം ഭയാനകമാണ്. സഹജീവിയോട് കരുണ, കരുതൽ, ആശയവിനിമയം ഇതെല്ലാം ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസത്തിനൊപ്പമോ അതിലുപരിയോ പ്രധാനമാണ്. പ്രകൃതിയെ വീക്ഷിക്കുക, അടുത്തറിയുക, ചുറ്റുമുള്ള നന്മകൾ കാണാൻ സമയം കണ്ടെത്തുക. കലാവാസനകളും കായിക വിനോദങ്ങളും വിനോദയാത്രകളും ബന്ധുമിത്രാദികളുടെ വീടുകൾ സന്ദർശിക്കലും അയൽപക്കക്കാരുമായി കുശലം പറയലുമെല്ലാം പുതുതലമുറയ്ക്ക് അത്ഭുതങ്ങളാകാം. നമുക്ക് നഷ്ടപ്പെടുന്നതോ ജീവസും ഓജസ്സും മനുഷ്യത്വവുമുള്ള ഭാവി തലമുറയെ. അതനുവദിക്കാതിരിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.